ഡൽഹി വിമാനത്താവള അപകടം. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷാ പരിശോധന നടത്താൻ കേന്ദ്രം. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷാ പരിശോധന നടത്താൻ കേന്ദ്രം തീരുമാനിച്ചു. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒന്നാം ടെർമിനൽ മേൽക്കൂര തകർന്ന് ഒരാൾ മരണപ്പെട്ട സംഭവത്തിന് തുടർന്നാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു സംഭവസ്ഥലം സന്ദർശിച്ച് ഈ കാര്യം അറിയിച്ചത്. മനു തോമസ് വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവാതെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനു തോമസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതല്ല, അവിടെ ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചാൽ മതിയായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രതികരിക്കാനാണ്? മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളിലെല്ലാം ഇടപെടാൻ തയ്യാറല്ല MV ഗോവിന്ദൻ പറഞ്ഞു. MV ജയരാജനെ വിളിച്ചാൽ മതിയെന്നും MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കരിവന്നൂർ കള്ളപ്പണക്കേസിൽ CPMന്റെ സ്ഥലമടക്കം 29 കോടിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPMന്റെ സ്ഥലമടക്കം 29 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ED. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിൻ്റെ പേരിലുള്ള പൊറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിൻ്റെ സ്ഥലവും CPMന്റെ 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകളുമാണ് കണ്ടുകെട്ടിയത് ED. അന്വേഷണ സംഘം CPMനെ കൂടി പ്രതി ചേർത്താണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. ഗവർണർ ഉറച്ചു തന്നെ. 6 വാഴ്സിറ്റികളിൽ VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയായി. കമ്മിറ്റിയിൽ സർവകലാശാല പ്രതിനിധികളില്ല. സംസ്ഥാനത്തെ 6 സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിന് സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ച് ഗവർണർ. കേരള MG ഫിഷറീസ് കുഫോസ്, സാങ്കേതിക സർവകലാശാല KTU, കാർഷിക മലയാളം സർവകലാശാലകളുടെ VC നിയമനത്തിനാണ് ചാൻസലറായ ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ചത്. വെവ്വേറെ വിജ്ഞാപനമാണ് ഇറക്കിയിട്ടുള്ളത്. 6 സർവകലാശാലകളുടെയും പ്രതിനിധികൾ ഇല്ലാതെയാണ് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ചത്. ഗവർണറുടെ ഈ അപ്രതീക്ഷിത നീക്കം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഗവർണർ രണ്ടും കൽപ്പിച്ച് ഉറച്ചു തന്നെയാണ് മുന്നോട്ട്. ഗവർണർക്ക് ഒരു ടേം കൂടി തുടരാൻ കഴിയുമെന്നാണ് വാർത്തകൾ വരുന്നത്. നിയമപരമായി നേരിടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഭൂമി തരം മാറ്റാൻ തീർപ്പാക്കൽ താലൂക്ക് അടിസ്ഥാനത്തിലേക്കും. ഭൂമി തരം മാറ്റത്തിന് കെട്ടിക്കിടക്കുന്ന ഓൺലൈൻ അപേക്ഷകളുടെ തീർപ്പാക്കൽ ജൂലൈ 1 മുതൽ താലൂക്ക് അടിസ്ഥാനത്തിലാക്കും. സംസ്ഥാനത്ത് 27 RDO സബ് കളക്ടർമാർ കൈകാര്യം ചെയ്തിരുന്ന തരം മാറ്റം മേൽനോട്ടം ഇനി മുതൽ 71 ഡെപ്യൂട്ടി കളക്ടർമാർ നേരിട്ട് കൈകാര്യം ചെയ്യും. ഇതുവരെ സഹായിക്കാൻ 68 ജൂനിയർ സൂപ്രണ്ടുമാരും 181 ക്ലാർക്കുമാരും ഉണ്ടാകും. വിവിധ ഓഫീസുകളിലെ 779 OAമാരെയും 243 ടൈപ്പിസ്റ്റുകാരെയും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലേക്ക് പുനർവിന്യസിച്ച് ഈ ഓഫീസ് സംവിധാനവും ശക്തമാക്കി. ഓൺലൈൻ വഴി തരം മാറ്റുന്നതിനായി ലഭിച്ച 4,52,215 അപേക്ഷകൾ 1,78,620 എണ്ണം തീർപ്പാക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന 2,73,593 എണ്ണം പരിശോധിച്ച് നടപടികൾ പുരോഗമിക്കുകയാണ്. ഓൺലൈൻ സംവിധാനത്തിലൂടെ ഭൂമി തരം മാറ്റത്തിന് പ്രതിദിനം 400ഓളം അപേക്ഷകളാണ് ലഭിച്ചു വരുന്നത്. ആകെ ലഭിച്ച 4,26,902 പേപ്പർ അപേക്ഷകളിൽ 98% ഇപ്പോൾ തീർപ്പാക്കി കഴിഞ്ഞു. 3,660 അപേക്ഷകൾ മാത്രമാണ് ഇനി അതിൽ ബാക്കിയുള്ളത്. ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന 990 ജീവനക്കാരെ 6 മാസത്തേക്ക് തൽക്കാലമായി നിയമിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാ സംവിധാനങ്ങളും ഏർപ്പാട് ചെയ്യാൻ 5.99 കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട്. എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ അപേക്ഷകൾ തീർപ്പാക്കാനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതിനാൽ തരം മാറ്റലുമായുള്ള ജോലികൾ തടസ്സപ്പെട്ടിരുന്നതായും അധികൃതർ പറഞ്ഞു. CPMൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നു.
സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ തള്ളി CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്തിയ സംസ്ഥാന സെക്രട്ടറിയുടെ നിരീക്ഷണത്തിനെതിരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വിമർശനമുണ്ടായി. ധനവകുപ്പിനെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനവും ഉയർന്നില്ല. സലാം MLA ആണ് M.V. ഗോവിന്ദന്റെ നിലപാട് തള്ളിക്കൊണ്ട് വിമർശനം നടത്തിയത്. SNDP യോഗത്തിന് കാര്യമായ സ്വാധീനമില്ലാത്ത മലബാർ മേഖലയിൽ വോട്ട് കുറഞ്ഞതിൽ വെള്ളാപ്പള്ളിയുടെ നിലപാട് കാരണമാണോ എന്നായിരുന്നു സലാമിൻ്റെ ചോദ്യം. ഇതിൻ്റെ PP ചിത്തരഞ്ജൻ MLAയും ഇതിനെ അനുകൂലിച്ചു. BJPക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവരുടെ പ്രവർത്തിച്ചെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിൽ പറഞ്ഞിരുന്നു. ഈ നിരീക്ഷണം അപ്പാടെ തള്ളിക്കൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് NDAയിലേക്കും UDFിലേക്കും മറിഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് സലാം പറഞ്ഞു. LDFിലെ പരമ്പരാഗതമായി പിന്തുണ നൽകിയിരുന്ന വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടെന്നും അതെല്ലാം BJPക്ക് പോയെന്നും ജില്ലാ നേതൃത്വം വിലയിരുത്തി. സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങിയതിനെപ്പറ്റി ജനങ്ങളോട് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. UDF 16 മാസത്തെ പെൻഷൻ കുടിശ്ശിക വെച്ചെന്ന് പറഞ്ഞാണ് അധികാരത്തിലെത്തിയിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും പെൻഷൻ നൽകാൻ ധനവകുപ്പിന് കഴിഞ്ഞില്ലെന്ന് വിമർശനവും ഉയർന്നു. ഈ അഭിപ്രായം മറ്റ് എല്ലാ ജില്ലകളിലും നിലനിൽക്കുന്നുണ്ട്. ഭൂരിഭാഗം ജനങ്ങളിലും ഈ അതൃപ്തി പ്രതിഫലിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി സതീഷ് ചെറിയാനും ദിനേശൻ പുത്തലത്തും യോഗത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ കേന്ദ്ര കമ്മിറ്റി യോഗം ഉള്ളതിനാൽ സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തില്ല. G. സുധാകരനെതിരെ സലാം പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്ന് വിളിച്ചത് വലിയ വിവാദമാകുന്നുവെങ്കിലും അതൊന്നും ചർച്ചയിൽ വന്നില്ല എന്നും അറിയുന്നു. മേയറുടെ പെരുമാറ്റം ശരിയല്ല, പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ആര്യക്കെതിരെ CPM വിമർശനം ഉയർന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റത്തിനെതിരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി. ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറഞ്ഞതായാണ് വിമർശനം. ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും വിമർശനം ഉയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കൈവരിച്ച വളർച്ചയും CPM യോഗം പരിശോധിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതാണ് പരിശോധിച്ചത്. BJP വളർച്ചയെ തടയിടാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് യോഗം വിലയിരുത്തി. മേയറുടെ പെരുമാറ്റം ഇതിന് കാരണമാകുമെന്നും വിമർശനത്തിൽ ഉയർന്നിരുന്നു.